തുടർന്ന് നമ്മളുടെ ഈ ചർച്ചയിൽ, പാനൽ ചർച്ചയിൽ സംസാരിക്കുന്നതിനായി AIDSOയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സഖാവ് മാനവ് ജെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന ഭാഷാ നയത്തെ പറ്റി അദ്ദേഹം ഇവിടെ വിശദീകരിക്കും. ഈ ഭാഷാ നയത്തെ പറ്റി സംസാരിക്കുവാൻ വേണ്ടി സഖാവ് മാനവ് ജയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഖാവ് അലീന ഇവിടെ വിശദമായിട്ട് എങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഒരു പുനഃസംഘാടനം വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പരാമർശിച്ചു കഴിഞ്ഞു. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 എങ്ങനെയാണ് ഭാഷാ പഠനത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ള നിരവധിയായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്ന നിലയിൽ ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാഷയുമായി ബന്ധപ്പെട്ട പ്രധാന പരാമർശങ്ങൾ 4ാമത്തെ ചാപ്റ്റർ മുതലാണ് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4ാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ പാരഗ്രാഫ് മുതൽ 23ാമത്തെ പാരഗ്രാഫ് വരെ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ചില വസ്തുതകൾ കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് ആമുഖമായി തന്നെ ചാപ്റ്റർ 0 പാരഗ്രാഫ് 3 ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഷുഡ് മൂവ് ടുവേർഡ്സ് ലെസ് കണ്ടന്റ് ആൻഡ് മോർ ടുവേർഡ്സ് ലേണിംഗ് ഹൗ ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് സോൾവ് പ്രോബ്ലംസ് തുടങ്ങിയ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ നയം അതിൻ്റെ എംഫസിസ് കൊടുക്കുന്നത് കണ്ടന്റ് വെട്ടിച്ചുരുക്കുന്നതിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളതിനെ കുറിച്ച്, ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. തുടർന്ന് അതിൻ്റെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ ഒരു എംഫസിസ് വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്നതായിട്ട്, ഇന്ത്യയുടെ ഒരു അറ്റ്മോസ്റ്റ് അറ്റൻഷൻ കൊണ്ടുവരുന്നതായിട്ട് ഏർലി ചൈൽഡ്ഹുഡിലുള്ള, അതായത് പ്രാഥമിക തലത്തിൽ, ശൈശവ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് അറ്റൻഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ ആമുഖമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ECCE എന്ന മാതൃകയിൽ എങ്ങനെയാണ് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പുതിയ സമ്പ്രദായം അവരോധിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഖാവ് അലീന വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനെ തുടർന്ന് 2ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു: സ്കൂളുകളിൽ എഴുത്ത്, വായന, കാൽക്കുലേഷൻ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ECCEയുടെ പ്രധാന ലക്ഷ്യം. അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ, അത് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന ഘട്ടങ്ങളിൽ മാത്രം ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം. അത്യാവശ്യത്തിന് എഴുത്തും വായനയും പഠിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുവരെ കളി, ചിരി, പാട്ട്, കഥ തുടങ്ങി പഠനത്തെ പാൽപായസമാക്കുന്ന DPEP പറഞ്ഞു വെച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വിദ്യാഭ്യാസ നയത്തിലും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത് ഒന്ന് പിയർ ട്യൂട്ടറിങ്. സെക്ഷൻ 2.5-ൽ പറഞ്ഞിരിക്കുന്നത് പിയർ ട്യൂട്ടറിങ് വളരെ മികച്ച ഒരു കാര്യമായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പരസ്പരം പഠിപ്പിക്കട്ടെ, കുട്ടികൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ, അങ്ങനെ മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു നയം. അതും മുൻപ് സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ
ലോക്കൽ തലങ്ങളിൽ അല്ലെങ്കിൽ അതാത് കമ്മ്യൂണിറ്റികളിൽ അതുമല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക്, ട്രെയിൻഡ് ആണെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻവോൾവിംഗ് ലോക്കൽ ആൻഡ് ബിയോണ്ട് വോളണ്ടിയേഴ്സ് ടു ടീച്ച് 1-to-1 എമംഗ് സ്റ്റുഡൻസ്. അതായത് ഒരു കുട്ടിക്ക് ഒരാളെന്നുള്ള നിലയിൽ അധ്യാപകരല്ലാത്ത ഏതൊരാൾക്കും വിദ്യാർത്ഥികളെ നേരിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള അവസരം. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ ശ്രേണിയിൽപ്പെടുന്ന സ്ഥാപനമാണ് അതിന്റെ സംഘാടകർക്ക് തീരുമാനിക്കാം. അപ്പോ പരിശീലനം നേടിയ അധ്യാപകർ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏതൊരാൾക്കും വിദ്യാർത്ഥികളെ കാണാനും അവരുടെ മനോനിലയ്ക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കാനുമായിട്ടുള്ള ഒരു അവസരം അവിടെ നൽകപ്പെടുകയാണ്. അതേ തുടർന്ന് സെക്ഷൻ 3(5) പറഞ്ഞിരിക്കുന്നു, ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ വിൽ ബി ബ്രോഡൻഡ് യൂസിങ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. നമുക്കറിയാം ECCE പറഞ്ഞുകൊണ്ട് ആദ്യം ദേശീയ വിദ്യാഭ്യാസ നയം പറഞ്ഞു തുടങ്ങിയത് എന്തൊക്കെ മികച്ച സംവിധാനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്, എങ്ങനെയുള്ള ട്രെയിനേഴ്സ് ആണ് വേണ്ടത്, അംഗനവാടി ട്രെയിനേഴ്സിന് പുതിയ കോഴ്സ് കൊടുക്കുന്നു, അങ്ങനെ അവരെ ഈ ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം മൂന്നാമത്തെ സെക്ഷൻ എത്തുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ NIOSന്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സമ്പ്രദായം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തലം മുതൽ വ്യാപിക്കാനായിട്ട് പോകുന്നു. 3.6-ൽ കൂടുതൽ വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിന്റെ അജണ്ടകൾ വ്യക്തമായി തുടങ്ങിയാണ്. ഗുരുകുലം, പാഠശാല, മദ്രസ, ഹോം സ്കൂളിംഗ് തുടങ്ങിയുള്ള ഓൾട്ടർനേറ്റീവ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് പകരമായിട്ട് സ്വീകരിക്കാം എന്ന് മൂന്നാമത്തെ സെക്ഷനിൽ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. അതേ സെക്ഷനിൽ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് ലെസ് ഇൻപുട്ട് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനം. ലെസ് ഇൻപുട്ട് മാക്സിമം ഔട്ട്പുട്ട് എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് എത്ര മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അവസാനം സംസാരിക്കാം. ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഫൗണ്ടേഷന്റെ മുകളിൽ ആണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് ഭാഷയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഭാഷാ പഠനത്തെ എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. അത് സെക്ഷൻ 4ാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ പാരഗ്രാഫ് മുതൽ ആദ്യം തന്നെ അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, മൾട്ടി ലിംഗ്വലിസം ആൻഡ് ദ പവർ ഓഫ് ലാംഗ്വേജ്. കൃത്യമായി ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഭാഷാ വിദ്യാഭ്യാസത്തിൽ മൾട്ടി ലിംഗ്വലിസം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതിനെ അടിസ്ഥാനമായിട്ട് പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പല പഠനങ്ങളെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഒരു 6 വയസ്സ് വരെ അല്ലെങ്കിൽ 8 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾക്ക് കൂടുതൽ ഭാഷ പഠിക്കാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പരമാവധി ഭാഷകൾ പരിചയപ്പെടുത്തണം, പരമാവധി ഭാഷകൾ പഠിപ്പിക്കണം എന്നുള്ള ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജ് കോഴ്സുകൾ അവൈലബിൾ ആക്കുക എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നു. സെക്ഷൻ 4-9 മുതൽ ആണ് ഈ പഠനം തുടങ്ങുന്നത്, ഈ പരാമർശങ്ങൾ തുടങ്ങുന്നത്. ആദ്യം തന്നെ ഹോം ലാംഗ്വേജ്, മദർ ടങ്, മാതൃഭാഷ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എപ്പോഴൊക്കെ സാധ്യമാകുമോ ആ ഘട്ടങ്ങളിലെല്ലാം മാതൃഭാഷ മാത്രമല്ല ലോക്കൽ ലാംഗ്വേജുകൾ, ഇപ്പോ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ മലയാളം,
കാസർഗോഡെ മലയാളം, മലപ്പുറത്തെ മലയാളം, എറണാകുളത്തെ മലയാളം, അങ്ങനെ ഹോം ലാംഗ്വേജിൽ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എല്ലാം അതിനും മദർ ടങ്ങിനും ഉള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ഫൗണ്ടേഷണൽ സ്റ്റേജ് മുതൽ തന്നെ ആരംഭിക്കണം. ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ കുട്ടിയെ സ്കൂളിൽ ചേർത്തതിന് ശേഷം അപ്പോൾ മുതൽ ഈ മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സബ്ജക്ട് ലേണിംഗ് തുടങ്ങുന്നത് 6ാം ക്ലാസ് മുതലാണ്. അപ്പോൾ 6ാം ക്ലാസ് വരെ ഫൗണ്ടേഷൻ ആണെങ്കിലും പ്രിപ്പറേറ്ററി ആണെങ്കിലും നമ്മൾ എന്ത് തുടങ്ങുന്നില്ല, അതിന്റെ കണ്ടന്റ് വെട്ടിച്ചുരുക്കുകയാണ് ഉദ്ദേശം. ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കണ്ടന്റിലേക്ക് കടക്കുന്നില്ല, മറിച്ച് അല്ലാതെയുള്ള ഭാഷാ പഠനം ആണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഈ രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്നത്? അതിന് പല മെത്തേഡുകൾ യൂസ് ചെയ്യാം. സിനിമ ക്ലിപ്പിങ്ങുകൾ കാണിക്കാം, പാട്ടുകൾ പാടാം, കഥ പറയാം. ഇങ്ങനെ ഉള്ള രീതിയിലെല്ലാം ഭാഷാ പഠനത്തെ ലഘൂകരിച്ചിരിക്കുന്നു. ഗ്രേഡ് 3 ശേഷമാണ് റീഡിങ്, റൈറ്റിംഗ് എന്നുള്ളത്. മദർ ടങ്ങും ഒപ്പം 2 ലാംഗ്വേജും. അതിലൊന്ന് ഇംഗ്ലീഷ് ആയിരിക്കണം. എന്തായാലും 2 ലാംഗ്വേജ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എവിടെയും ഇംഗ്ലീഷിന് ഒരു സ്പെസിഫിക് എംഫസിസ് കൊടുത്ത് അല്ലെങ്കിൽ അത് കമ്പൽസറി ആണ് എന്നുള്ള രീതിയിൽ പ്രത്യേക പരാമർശങ്ങൾ വന്നിട്ടില്ല. പ്രത്യേകിച്ചും 3 ലാംഗ്വേജുകൾ ചേർന്നുള്ള അല്ലെങ്കിൽ 3 ലാംഗ്വേജുകൾ പഠിക്കാനുള്ള അവസരം എന്നുള്ള രീതിയിൽ ഉള്ള മെൻഷനുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. 6ാം ക്ലാസ് മുതൽ 6 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ സബ്ജക്ട്സ് ബൈ ലാംഗ്വേജ് ആയിട്ട് പഠിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് സംസ്കൃതമാണെങ്കിൽ സംസ്കൃതത്തോടൊപ്പം മറ്റൊരു ലാംഗ്വേജ് ഇംഗ്ലീഷിൽ കൂടി പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷിൽ കൂടി പഠിക്കാം, വേണമെങ്കിൽ തമിഴിനോടൊപ്പം ഇംഗ്ലീഷിൽ കൂടി പഠിക്കാം. അപ്പൊ അങ്ങനെ 2 ലാംഗ്വേജിൽ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഉള്ള അവസരം 6ാം ക്ലാസ് മുതൽ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 4.13 വളരെ വ്യക്തമായിട്ട് പറയുന്നു, എംഫസിസ് ഓൺ ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏൻഷ്യൻ ടു മോഡേൺ. അതിന് കൂടുതൽ എംഫസിസ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ടും MHRDക്കാണ് കരിക്കുലം ഫ്രെയിം ചെയ്യാനായിട്ടുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ കണ്ടന്റും കമ്പോണൻസും എല്ലാം ഇനി തീരുമാനിക്കാൻ വിടുന്നത്. അപ്പോഴാണ് 6ാം ക്ലാസ് മുതൽ, നമുക്കറിയാം 6ാം ക്ലാസ് മുതലാണ് സബ്ജക്ട് ലേണിംഗ് തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 6ാം ക്ലാസ് മുതൽ ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് മുതൽ മോഡേൺ ലിറ്ററേച്ചേഴ്സ് വരെ പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അതെങ്ങനെയുള്ള പഠനമാണ്? അത് ഓതേഴ്സ് ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഏത് തലത്തിലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് ഇന്ത്യയുടെ പ്രാചീനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ലിറ്ററേച്ചർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാകാം, മുമ്പ് നിലനിന്നിരുന്നത് പോലെ സയന്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സിലബസിന്റെ ഒന്നും ആവശ്യമില്ല. മറിച്ച് ജീവിതത്തിന്റെ ഏത് തുറയിൽ ഉള്ള ആള് എഴുതിയിരിക്കുന്ന പുസ്തകവും അല്ലെങ്കിൽ ടെക്സ്റ്റും എന്ത് ചെയ്യാം, കുട്ടികൾക്ക് 6ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യയുടെ പൗരാണികതയിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ റിച്ച് ട്രഡീഷനിലും ആയിരിക്കണം എംഫസിസ്. ഇന്ത്യയുടെ തന്നെ റീസെന്റ് ആയിട്ടുള്ള മോഡേൺ സ്ക്രിപ്റ്റ്സും യൂസ് ചെയ്യാം. ഭാഷാ പഠനം മുഴുവനായിട്ട് ലോക്കൽ മ്യൂസിക്കുകൾ, പിന്നെ ആരുടെയും എഴുത്തുകൾ, മൂവി ക്ലിപ്സ്, ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നടത്തുക എന്നുള്ളതാണ് പല ആവൃത്തി വെച്ചിട്ടുള്ള നിർദ്ദേശം. സെക്ഷൻ 4.14 പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻസ് ഷുഡ് ബി അവെയർ ഓഫ് ദ റിച്ച്നെസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ദെയർ ലിറ്ററേച്ചർ. ഇന്ത്യൻ ഭാഷകളുടെ റിച്ച്നെസ്സും അതിന്റെ സംസ്കൃതിയും അതിന്റെ മികവും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട്
കൂടുതൽ ഇന്ത്യൻ ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 മുതൽ 8 ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ ഒരു ഫൺ പ്രോജക്റ്റ് ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഫൺ പ്രോജക്റ്റ്? ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിലെ വിവിധ ഭാഷകൾ മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇതിന് യാതൊരു ഇവാലുവേഷനും ഉണ്ടായിരിക്കില്ല. അപ്പോ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കുന്നു, ആ ഭാഷയിൽ എന്തൊക്കെയാണ് പറയുന്നത്, ആ ഭാഷയിലെ പാട്ടുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ സംസ്കൃതം മുതൽ ട്രൈബൽ ലാംഗ്വേജ് വരെയുള്ള ഭാഷകൾ പഠിക്കുന്ന ഒരു ഫൺ പ്രോജക്റ്റ് 6ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഇടയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ എന്നതാണ് ഈ പ്രൊജക്ടിന്റെ ടൈറ്റിൽ. അതേ ചാപ്റ്റർ സെക്ഷനിൽ തന്നെ 4:15 തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സംസ്കൃതത്തിന്റെ ഒറിജിനെ പറ്റി. എല്ലാ ഭാഷകളും എങ്ങനെയാണ് സംസ്കൃതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മളുടെ വിവിധ ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എങ്ങനെയാണ് സംസ്കൃതം ഒരു മികച്ച ഭാഷയായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ വിശദീകരണങ്ങളാണ് സെക്ഷൻ 4, 15, 16, 17 നമ്മൾ കാണുന്നത്. അപ്പോ നേരത്തെ നമ്മളുടെ DPEP തുടർന്ന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊപ്പം അഡീഷണൽ ആയിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഭാഷാ പഠനത്തിൽ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. എങ്ങനെ സംസ്കൃതം ഒരു മികച്ച ഇന്ത്യൻ ഭാഷയെ, സംസ്കൃതത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വിവരണം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നു. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷണൽ കോഴ്സ് മുതൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം വരെ എല്ലാ തലങ്ങളിലും സംസ്കൃതം പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. ഇതാണ് ടെക്സ്റ്റ് ബുക്കുകൾ. സംസ്കൃതത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് സംസ്കൃതത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. സംസ്കൃതത്തിൽ മറ്റ് സബ്ജക്റ്റുകൾക്കുള്ള സംസ്കൃതം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകും. സംസ്കൃതം മാത്രമല്ല, സംസ്കൃതത്തോടൊപ്പം തന്നെ മറ്റ് തമിഴ്, മലയാളം, കന്നഡ, ഒഡിയ, പാലി, പേർഷ്യൻ, പ്രാകൃത് തുടങ്ങി മറ്റ് വിശേഷപ്പെട്ട ഭാഷകൾ, ഇന്ത്യയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള റൂട്ട്സ് ഉള്ള ഭാഷകൾ കൂടി പഠിക്കാൻ അവസരം ഒരുക്കണം. എങ്ങനെ? അതിന് ഓൺലൈൻ മൊഡ്യൂൾസ് തയ്യാറാക്കി ഈ ഭാഷകൾ കൂടി പരിചയപ്പെടുത്താൻ പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. 6 മുതൽ 12ാം ക്ലാസ് വരെ കുറഞ്ഞത് 2 വർഷം ഭാഷാ പഠനത്തിനുള്ള അവസരം ഉണ്ടായിരിക്കണം. 6 മുതൽ 12 ക്ലാസ് വരെ കുറഞ്ഞത് 2 വർഷം ഭാഷാ പഠനത്തിനുള്ള അവസരം ഉണ്ടായിരിക്കണം എന്നാണ് ചാപ്റ്റർ 4 സെക്ഷൻ 19 പറയുന്നത്. All students of all schools may have the option of learning at least 2 years of classical languages of India. ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് നേരത്തെ പറഞ്ഞ സംസ്കൃതം മുതൽ പ്രാകൃത് വരെയുള്ള ഭാഷകൾ. ഈ 2 വർഷങ്ങളിൽ ഇവ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 12ാം ക്ലാസ് മുതൽ മറ്റ് വിദേശ ഭാഷകൾ പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. തായ് മുതൽ ഫ്രഞ്ച്, ചൈനീസ് വരെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഷകൾ നമുക്ക് 12ാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലും വേണമെങ്കിൽ പഠിക്കാം. അവിടെയും എങ്ങനെയാണ് പഠനം പാട്ടിലൂടെ, ഡാൻസിലൂടെ, മൂവി ക്ലിപ്സിലൂടെ, ഫീൽഡ് ട്രിപ്പിലൂടെ, ഇങ്ങനെയുള്ള പഠനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 4:22 ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് പഠിപ്പിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചെവി കേൾക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. ഇത്രയുമാണ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും എല്ലാം ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയിട്ടുള്ള ആശങ്കകൾ ചെറുതല്ല. എന്ത്, എവിടെ, എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് പല കാര്യങ്ങളിലും കൃത്യമായ നിഷ്കർഷയില്ല. എങ്ങനെയുള്ള കാര്യങ്ങൾ? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രം എങ്ങനെ പഠിപ്പിക്കാം, സബ്ജക്റ്റുകൾ എങ്ങനെ പഠിപ്പിക്കാം, ഭാഷ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള
ഒരു പരാമർശമില്ല. മറിച്ച് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ വേറെ ചില കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പാഠശാലകൾ, ഗുരുകുലങ്ങൾ, മദ്രസകൾ തുടങ്ങിയുള്ള വിദ്യാഭ്യാസം ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് സമാനമായ രീതിയിൽ മാറ്റി തീർക്കണം, സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമാനമായ രീതിയിൽ മാറ്റണം എന്ന് പറയുന്നു. ഒപ്പം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് കോഴ്സുകൾ എങ്ങനെ സാധാരണ വിദ്യാഭ്യാസത്തിന്, അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് സമാന്തരമായ രീതിയിൽ അല്ലെങ്കിൽ അതിൽ ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റണം എന്നുള്ളത് പറയുന്നു. സംസ്കൃതം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ് സംസ്കൃതത്തിന്റെ കടന്നുവരവാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫൗണ്ടേഷണൽ കോഴ്സ് 3 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണോ സ്കൂൾ വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, അങ്ങനെ തുടങ്ങി അനന്തമായ സാധ്യത സംസ്കൃത പഠനത്തിനായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജുകളൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള മൊഡ്യൂൾസിലൂടെയും പഠിപ്പിക്കാം. സംസ്കൃതത്തിന് സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും. സംസ്കൃതം സംസ്കൃതത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അവതരണത്തിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നയരൂപീകരണത്തിൽ വന്നിട്ടുള്ളത്. ഞാന് ഇതുമായി ബന്ധപ്പെട്ട് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് അവന്റെ ബുദ്ധി വികാസത്തിന്റെയും അവന്റെ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളിലേക്കും വെച്ച് ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. അല്ലെങ്കിൽ മനുഷ്യനെ ഇന്ന് കാണുന്ന രീതിയിൽ അവൻ സമൂഹത്തെ ചിട്ടപ്പെടുത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ വലിയ ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഭാഷാ പഠനം അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നതിന് നിരവധിയായിട്ടുള്ള ആവശ്യകതകളും അർത്ഥങ്ങളുമുണ്ട്. സംസാരം, ആശയവിനിമയം ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ചിന്ത, ഭാഷ വികസിക്കാതെ ചിന്ത വികസിക്കുകയില്ല. ഭാഷയിലൂടെയാണ് ചിന്ത വികസിക്കുന്നത്. ചിന്തയെ വികസിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗവും ഭാഷ തന്നെയാണ്. എങ്ങനെയാണ് ഭാഷ ചിന്തയെ വികസിപ്പിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ സമൂഹം ഇന്ന് നിരവധിയായിട്ടുള്ള ആശയങ്ങളുടെ മേൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. മനുഷ്യന്റെ കൂട്ടായ അധ്വാനത്തിന്റെ കണക്ഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഭാഷയാണ്. ഭാഷയില്ലാതെ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ ചിന്തയിലൂടെ വരുന്ന സങ്കല്പങ്ങളെ പരസ്പരം വിനിമയം ചെയ്യാനും അതിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനിൽ കൂടുതൽ കാര്യങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നത് ശക്തമായ ഭാഷ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അതിനെ തകർക്കുന്ന ഒന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. നമുക്കറിയാം, ആദ്യം തന്നെ ഈ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കാൻ സാധിക്കുക, ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക എന്ന് തുടങ്ങിയ കാര്യങ്ങളിലാണ് ആദ്യം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ സത്യം എന്താണ്? ശരിയാണ്, മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ നമ്മുടെ തലച്ചോറിന്റെ വലിയൊരു പ്രത്യേകത, നമ്മളുടെ കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ തലച്ചോറിന്റെ വികാസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കുട്ടിക്കാലത്താണ്. ഒരു 3 വയസ്സ് 4 വയസ്സ് ഒക്കെ ആകുന്ന സമയത്തേക്കും തലച്ചോറിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ന്യൂറോൺ ഉൽപാദനം ഉണ്ടാകും. അതിനുശേഷം ഈ നമ്മുടെ നാഡികളെ, തലച്ചോറിലുള്ള നാഡികളെ നമ്മൾ വെട്ടിനിരപ്പാക്കുന്ന ഒരു പ്രോസസ്സ് നടക്കും. പ്രൂണിങ് എന്നാണ് അതിന്റെ പേര്. അതിനുശേഷം തലച്ചോറ് കൂടുതൽ കണ്ടൻസ്ഡ് ആയിട്ട് വരും. ഇങ്ങനെയാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ പുരോഗമനം ഉണ്ടാകുന്നത്. ഒരു 24-25 വയസ്സിന് ശേഷം പുതുതായിട്ടുള്ള വികാസ പ്രക്രിയകൾ നടക്കാതാവുകയും പയ്യെ പയ്യെ പുതിയ നാഡി കൂട്ടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അതിനർത്ഥം. പുതിയ നാഡി കൂട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ തലച്ചോറ് പയ്യെ പയ്യെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് വരികയും ലോപിച്ചു വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രത്യേകതയും പഠനവുമായിട്ടുള്ള ബന്ധം എന്താണ്?
ഏറ്റവും ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന സമയത്ത് ബാല്യകാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയങ്ങളെ സ്പർശിക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ സ്പർശിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്ന് കൂടുതൽ കണ്ടൻസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള വിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയും അതിനെ തുടർന്ന് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്താ മണ്ഡലത്തിലേക്ക് പോകാൻ ഈ പ്രക്രിയ സഹായിക്കും തലച്ചോറിന്റെ. ഇതിന് ഒരു രീതിയിലും പ്രയോജനപ്പെടുത്താത്ത ഒരു വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അഡ്ഹിയർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാകുമെങ്കിലും അവരുടെ തലച്ചോറ് പല ഘട്ടങ്ങളായിട്ടാണ് വികസിക്കുന്നത്. ഈ ഓരോ വികാസത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പുതിയ പുതിയ കപ്പാസിറ്റികൾ ആർജിച്ചു വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് ഒരു 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പെർമനൻസ് എന്ന സങ്കല്പമില്ല, അല്ലെങ്കിൽ സ്ഥിരമായ ഒരു നിലനിൽപ്പ് എന്നുള്ള സങ്കല്പമില്ല. കുട്ടികളുടെ മുന്നിൽ നമ്മളൊരു ഗ്ലാസ് കാണിച്ചിട്ട് പെട്ടെന്ന് അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഇല്ലാതായി പോയി എന്ന് കുട്ടികൾ വിചാരിക്കും. പക്ഷെ ഒരു 2 വയസ്സൊക്കെ ആകുന്നതോടുകൂടി കുട്ടികൾ ഈ എടുത്തു മാറ്റപ്പെടുന്ന വസ്തു നിലനിൽക്കുന്നുണ്ട്, ഒബ്ജക്ട് പെർമനൻസ് എന്നാണ് അതിന് പറയുക, ഈ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതേപോലെ തലച്ചോറിന്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതുപോലെയാണ് വിവിധമായിട്ടുള്ള ഭാഷകളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും തലച്ചോറിന്റെ ഒരു ഘട്ടത്തിൽ കുട്ടികൾ ആർജിക്കുന്നത്. അതോടൊപ്പം എന്തുകൂടി വേണം? ആ ഭാഷയെ മനസ്സിലാക്കാൻ, ആ ഭാഷയിൽ അടിസ്ഥാനങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരു പരിശീലനം കൂടി ലഭിച്ചാൽ മാത്രമേ കുട്ടിക്ക് ഭാഷയിൽ വികാസം ഉണ്ടാകുകയുള്ളൂ. കുട്ടിയുടെ ഭാഷ വികസിക്കുന്നതിനനുസരിച്ച് കുട്ടികളുടെ ചിന്താ മണ്ഡലം വികസിച്ചു വരികയുള്ളൂ. അതിനെ തകർക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. എങ്ങനെ? ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നു, കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടന്റിലല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, പകരം അതിന്റെ അവതരണത്തിലാണ്. കണ്ടന്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമായ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് പോകുന്നത്. ഇത് ഭാഷയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഭാഷാ പഠനം നമ്മൾക്കറിയാം, നമ്മൾ കുട്ടിക്കാലത്ത് ആദ്യം കേട്ടു പഠിക്കുന്നു, പിന്നീട് എഴുതാൻ പഠിക്കുന്നു, പിന്നെ വായിക്കാൻ പഠിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ബുദ്ധി വികാസത്തിന്റെ ഓരോ ഘട്ടം കഴിയും തോറും അടിസ്ഥാനങ്ങൾ രൂപപ്പെടുത്തി വരുത്താനും അതിനനുസരിച്ച് അതിന്റെ കാവ്യാത്മകമായ കാര്യങ്ങൾ, പോയട്രി, നോവലുകൾ, ചിത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, അങ്ങനെ കൂടുതൽ കൂടുതൽ ചിന്താമണ്ഡലത്തെ ശക്തിപ്പെടുത്തുന്ന കണ്ടന്റുകൾ ആർജിച്ചെടുക്കാനായിട്ട് മനുഷ്യന്റെ സ്കിൽഫുൾ ആയ മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് മാറ്റിക്കൊണ്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേവലം കളിയും പാട്ടും ചിരിയും, വളരെ അടിസ്ഥാനം വേണ്ട എഴുത്തും വായനയും മാത്രം. അതിനുശേഷം 7ാം ക്ലാസ് വരെ ഒരു എന്താ പറയാ, സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള, അതായത് ഈ പറഞ്ഞ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള അവതരണം മാത്രം. 8ാം ക്ലാസ്സിന് ശേഷമാണ് ഈ പറഞ്ഞ ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ഓർക്കണം, 40ഓളം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയാണ് 9ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ വരുന്നത്. അപ്പൊ അതിനിടയിൽ ഭാഷ കേവലം ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. ഈ ഓപ്ഷണൽ ആയിട്ടുള്ള സംഗതി തന്നെ ഇപ്പോ നേരത്തെ നിലനിന്നിരുന്ന പോലെ ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഏതൊരാൾ എഴുതിയ പുസ്തകവും, അത് ഏതെങ്കിലും ഒരു ശാഖയുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണെങ്കിലും, ഇനി ഏതെങ്കിലും ഒരു ഗുരു ആണെങ്കിലും, അങ്ങനെയുള്ള ഏതൊരു വ്യക്തിയും എഴുതിയിരിക്കുന്ന എന്തൊരു വിഡ്ഢിത്തരവും കുട്ടികൾക്ക് പഠിപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചിന്തയെ വഴിതിരിച്ചു വിടാനുമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭാഷാ പഠനത്തെ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായി പറയാം, BJPയുടെ ഹിന്ദുത്വ അജണ്ട കൃത്യമായി ഈ ഭാഷാ പഠന മേഖലയിൽ, അല്ലെങ്കിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിൽ വ്യക്തമാണ്. മുമ്പ് വന്നിരിക്കുന്ന അലീന ചൂണ്ടിക്കാണിച്ച പോലെ ലോകബാങ്കിന്റെ മേശപ്പുറത്ത് രൂപപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങൾ,
നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ വിദ്യാഭ്യാസ നയങ്ങൾ ആ രീതിയിൽ ചിട്ടപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതിനോടൊപ്പം BJPയുടെ RSSന്റെ ഹിന്ദുത്വ അജണ്ട കൂടി നിറവേറ്റപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ നയം എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു മേന്മയുമില്ലാത്ത, അതേസമയം അടിസ്ഥാനപരമായിട്ട് വിജ്ഞാനത്തെ, ബോധന സമ്പ്രദായത്തെ തകർക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. പ്രത്യേകിച്ച് ഭാഷാ പഠനത്തിൽ. ഭാഷാ പഠനം ഈ രീതിയിൽ വഴിമാറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഭാഷയിലൂടെ ചിന്തിക്കാൻ, ഭാഷയിലൂടെ ഭാഷയ്ക്ക് സംഭാവനകൾ നൽകാൻ, ഭാഷയിലൂടെ സമൂഹത്തിന് സംഭാവനകൾ നൽകാൻ ഉള്ള അവസരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മറിച്ച് അവിടെ പകരം വരുന്ന എന്താണ്? അത്യാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പലയിടത്തും ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പലയിടത്തും അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു മിനിമം അത്യാവശ്യം വേണ്ട ഭാഷകളിലൊക്കെ അത്യാവശ്യം കുറച്ച് വാക്കുകൾ സംസാരിക്കാനായിട്ടുള്ള കഴിവ് ആർജിച്ചിരിക്കണം. ഈ ഫണ്ട് പ്രോജക്റ്റിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം അതാണ്. പല സംസ്ഥാനങ്ങളിലെ ഭാഷകളിലൂടെ അല്ലെങ്കിൽ പല ദേശങ്ങളിലെ ഭാഷകളിൽ അത്യാവശ്യം 3-4 വാക്ക് സംസാരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അത് ഭാഷാ പഠനമല്ല, അത് സംസാരിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് മാത്രമാണ്. അതൊരു സ്കിൽ ട്രെയിനിങ് മാത്രമാണ്. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയിലൂടെ ചിന്തിക്കാൻ, ഭാഷയിലൂടെ സംഭാവനകൾ നൽകാനായിട്ടുള്ള പഠനമാണ്. ഭാഷയുടെ ചരിത്രത്തിന്റെ, ഭാഷയുടെ നൈതികതയുടെ പഠനമാണ്. അത് പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെടുന്നു. പകരം കൊണ്ടുവരുന്നത് സംസ്കൃതത്തിന് നൽകിയിട്ടുള്ള അമിതമായിട്ടുള്ള ഇമ്പോർട്ടൻസും ഈ ക്ലാസിക്കൽ ലാംഗ്വേജുകളൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരു ഭാഷ തുടർച്ചയായി അതിന്റെ നിരവധിയായിട്ടുള്ള കണ്ടന്റ്സ് പഠിച്ചു വരുന്നതിന് പകരം 2 വർഷം കൊണ്ട് ഭാഷകളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള തലത്തിലാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യന്റെ ചിന്തയെ തകർക്കുക എന്നുള്ളതാണ്. വിശാലമായ ആശയത്തിൽ ചിന്തിക്കാനോ വിശാലമായ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ ഒരാൾക്ക് സാധിക്കരുത്. മറിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ മാത്രമായിരിക്കണം ശ്രദ്ധ എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ മാത്രം സാധ്യമാകുമ്പോൾ ഒരാൾക്ക് ചിന്താശക്തി ഇല്ലാത്ത ഒരു ഉപകരണമായി മാർക്കറ്റിന് അവൈലബിൾ ആകുന്ന രീതിയിൽ, കമ്പോളത്തിന് വേണ്ടി വരുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാഷാ പഠനത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. ഇത്രയാണ് ഞാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.